എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട് സ്വാഗതം. ഗൾഫ് രാജ്യങ്ങളിലെ റീറ്റെയിൽ ശൃംഖലകളിൽ വമ്പന്മാരാണ് അൽ മദീന ഗ്രൂപ്പ്. ഇവർക്ക് കീഴിൽ ഹൈപ്പർ മാർക്കറ്റുകളുണ്ട്, സൂപ്പർ മാർക്കറ്റുകളുണ്ട്, അതേപോലെ റീറ്റെയിൽ സ്റ്റോഴ്സും ഉണ്ട്. എന്റെ അറിവ് ശരിയാണെങ്കിൽ 1971 ഈ ഒരു കമ്പനി ഉണ്ടാവുന്നത്. ഈ ഒരു കമ്പനിയിലേക്ക് ദുബായിലേക്കാണ് നിലവിൽ ജോലിക്കാരെ ആവശ്യമുള്ളത്. ഒരുപാടധികം കാറ്റഗറികളിലേക്കായിട്ട് അതിലേറെ ജോലി ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത്, എങ്ങനെ അപേക്ഷിക്കാം, ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട്. ₹1 പോലും നിങ്ങൾക്ക് ചിലവില്ലാതെ ജോലി നേടാൻ പറ്റുന്ന ഒരു മികച്ച അവസരം തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം അൽ മദീന ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ എന്തൊക്കെയാണെന്നും അതിലേക്ക് എങ്ങനെ അപേക്ഷിക്കണം എന്നൊക്കെ. അൽ മദീന ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു പോവാം. അതിനുശേഷം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ വേക്കൻസിയെ കുറിച്ചും നോക്കാവുന്നതാണ്. നമുക്കാദ്യം എന്തൊക്കെ ജോലി ഒഴിവുകളാണ് അൽ മദീന ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ളത് എന്ന് നോക്കാം. ദുബായിലേക്കാണ് വേക്കൻസി. ഡാറ്റ എൻട്രി, റിസീവർ, ക്യാഷ്യർ, ഗ്രാഫിക് ഡിസൈനർ, സെയിൽസ് സ്റ്റാഫ്. സെയിൽസ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഫുഡ് സെക്ഷനിലേക്കുണ്ട്, നോൺ ഫുഡ് സെക്ഷനിലേക്കുണ്ട്, അതേപോലെ വെജിറ്റബിൾ സെക്ഷനിലേക്കുണ്ട്. ഫിഷ് മോങ്ങർ, ബുച്ചർ, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സ്റ്റാഫ്, കുക്ക്, ഫോൺ ഓർഡർ, ബൈക്ക് ഡെലിവറി സ്റ്റാഫ്, ഡ്രൈവർ എന്നീ പോസ്റ്റുകളിലേക്കാണ് ദുബായ് അൽ മദീന ഗ്രൂപ്പിലേക്ക് നിലവിൽ ജോലിക്കാരെ ആവശ്യമുള്ളത്. നമുക്കിതിന്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് നോക്കാം. ഡാറ്റ എൻട്രി സ്റ്റാഫ് പോസ്റ്റിലേക്ക് 2 പേരെയാണ് ആവശ്യമുള്ളത്. മിനിമം സെയിം ഫീൽഡിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരും ബികോം ക്വാളിഫിക്കേഷൻ ഉള്ളവരും ആയിരിക്കണം. റിസീവർ പോസ്റ്റിലേക്ക് മിനിമം 2 വർഷത്തെങ്കിലും സെയിം ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയാണ് ആവശ്യം. ക്യാഷ്യർ പോസ്റ്റിലേക്ക് ഫ്രഷർ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 8 പേരെയാണ് ആവശ്യമുള്ളത്. ഗ്രാഫിക് ഡിസൈനർ പോസ്റ്റിലേക്ക് ഫോട്ടോഷോപ്പ് അതേപോലെ തന്നെ ഇല്ലുസ്ട്രേറ്ററിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയാണ് ആവശ്യമുള്ളത്. സെയിൽസ് സ്റ്റാഫ് പോസ്റ്റിലേക്ക് അത് നോൺ ഫുഡ് വേക്കൻസി ഉണ്ട്, അതേപോലെ തന്നെ ഫുഡ് വേക്കൻസി ഉണ്ട്, വെജിറ്റബിൾ വേക്കൻസി ഉണ്ട്. ഇതിൽ ടോട്ടൽ ആയിട്ട് ഏകദേശം 22ഓളം പേരെയാണ് ടോട്ടൽ ഈ സെക്ഷനുകളിലേക്ക് ആവശ്യമുള്ളത്. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും എല്ലാ വേക്കൻസികളിലേക്കും തന്നെ പരിഗണിക്കുന്നുണ്ട്. ഫിഷ് മോങ്ങർ പോസ്റ്റിലേക്ക് 4 പേരെയാണ് ആവശ്യമുള്ളത്. മിനിമം 2 വർഷത്തെങ്കിലും GCC എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ബുച്ചർ പോസ്റ്റിലേക്കും 2 വർഷത്തെ GCC എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫുകളെയാണ് പരിഗണിക്കുന്നത്. ഹൗസ് കീപ്പിംഗ് പോസ്റ്റിലേക്ക് മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതേപോലെ 2 പേരെയാണ് ഇവിടെ ആവശ്യമുള്ളത്. സെക്യൂരിറ്റി സ്റ്റാഫ് പോസ്റ്റിലേക്ക് മിനിമം 1 വർഷത്തെങ്കിലും സെയിം ഫീൽഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 2 പേരെയാണ് ആവശ്യമുള്ളത്. കുക്ക് എന്ന പോസ്റ്റിലേക്ക് ഒരാളെയാണ് ആവശ്യം. നമ്മുടെ കേരളത്തിലുള്ള കേരളീയ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ അറിയുന്ന ഒരാളെയാണ് ആവശ്യമുള്ളത്. ഫോൺ ഓർഡർ സ്റ്റാഫ് ആയിട്ട് 2 പേരെയാണ് ആവശ്യം. മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ബൈക്ക് ഡെലിവറി സ്റ്റാഫ് ആയിട്ട് മിനിമം 1 വർഷത്തെങ്കിലും ദുബായ് അല്ലെങ്കിൽ UAE ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള 3 പേരെയാണ് ആവശ്യമുള്ളത്. ഡ്രൈവർ പോസ്റ്റിലേക്ക് 3 ടൺ ലൈസൻസ് ഹോൾഡർ ആയിട്ടുള്ള UAE 3 ടൺ ഡ്രൈവിംഗ് ലൈസൻസ് ഹോൾഡർ ആയിട്ടുള്ള ഒരാളെയാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ജോലി ഒഴിവുകൾ. ഇതൊക്കെയാണ് ജോലിയുടെ ഡീറ്റെയിൽസ്. ഏകദേശം ഒരു സാലറി പറഞ്ഞിട്ടുണ്ട്. 2000 UAE ദിർഹം മുതൽ 4000 UAE ദിർഹം വരെയാണ് ഇവിടെ സാലറി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സാലറി മീൻസ് ഈ സെയിൽസ് ഫീൽഡിലൊക്കെ എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാലറി ലഭിക്കാൻ സാധ്യതയില്ല. എന്നാൽ 2000 to 4000 UAE ദിർഹം വരെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക. നിങ്ങളുടെ പൊസിഷന്റെ അടിസ്ഥാനത്തിലും എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലും ഇന്റർവ്യൂ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലുമായിരിക്കും സാലറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശരിയായിട്ട് തീരുമാനിക്കുക. ബാക്കി ഡീറ്റെയിൽസും ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക. UAE ലേബർ ലോ പ്രകാരമുള്ള ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ദുബായിലേക്കാണ് നിലവിൽ ജോലിക്കാരെ ആവശ്യമുള്ളത്. ക്വാളിഫിക്കേഷനായി ചോദിച്ചിട്ടുള്ളത് 10ാം ക്ലാസ് ആണ്. ഇതിൽ ഡാറ്റ എൻട്രി സ്റ്റാഫ് പോസ്റ്റിലേക്ക് ബികോം ക്വാളിഫിക്കേഷൻ നിർബന്ധമാണ്. ബാക്കിയുള്ളതിലേക്ക് 10ാം ക്ലാസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ സ്ത്രീകളെയും പുരുഷന്മാരെയും ഈ വേക്കൻസികളിലൊക്കെ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. താല്പര്യമുള്ളവർ, യോഗ്യതയുള്ളവർ ഒട്ടും സമയം കളയേണ്ട. ഇൻഷാ അല്ലാഹ് അപേക്ഷിക്കുന്നവർക്ക് ജോലി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു.